നമസ്കാരം. ഞാൻ നന്ദകിഷോർ. തൃശ്ശൂർ നടക്കുന്ന 64ാമത് സംസ്ഥാന സ്കൂൾ യുവജനോത്സവം അതിൽ പ്രഥമ ദൃഷ്ടികൾ ആവുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായത്തിൽ വളരെ പ്രധാനം. പ്രഥമ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ പ്രഥമനിൽ ദൃഷ്ടി വയ്ക്കുക. അടപ്രഥമൻ, പഴപ്രഥമൻ, പാലടപ്രഥമൻ, മാമ്പഴപ്രഥമൻ, ചക്കപ്രഥമൻ, ക്യാരറ്റ് പ്രഥമൻ, ബീട്രൂട്ട് പ്രഥമൻ, ഇങ്ങനെ പപ്പായ പ്രഥമൻ, അങ്ങനെ അനവധി പ്രഥമുണ്ട്. അതെ, അതുകൊണ്ട് കാരണം വെറുതെ പറഞ്ഞതല്ല. മറ്റേ കലോത്സവത്തിൻ്റെ ദഹനം വളരെ പ്രധാനമാണ്. ദഹനം കലോത്സവം എന്ന് പറഞ്ഞാൽ അത് ദഹനോത്സവം അല്ലെങ്കിൽ പാചകോത്സവം കൂടിയാണ്. പാചകോത്സവത്തിൻ്റെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൻ്റെ പാചകോത്സവത്തിൻ്റെ ക്യാപ്റ്റൻ പഴയിടം മോഹനൻ നമ്പൂതിരി, അദ്ദേഹത്തെ സഹായിക്കാൻ ക്രൂ. അപ്പൊ പഴയിടം മോഹനൻ നമ്പൂതിരി ആൻഡ് ക്രൂ വലിയ അടുക്കളയാണ്. അടുക്കളയിൽ മഹാനസം എന്നാണ് അടുക്കളയ്ക്ക് പറയുക സംസ്കൃതത്തിൽ. മഹാനസം, വലിയ മഹാനസത്തിൽ അണിയിച്ചൊരുക്കല്ല, വലിയ മഹാനസത്തിൽ വേവിച്ചും പൊരിച്ചും വറുത്തും ഒരുക്കുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകം പോലെ ആവിയിൽ വേവിച്ചത്, പൊരിക്കുന്നത്, അങ്ങനെ ആവിയിൽ വേവിച്ചും പൊരിച്ചും വറുത്തും എടുക്കുന്ന, അരച്ചും എടുക്കുന്ന ഈ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ പാചകോത്സവം ഉണ്ടല്ലോ, അതിഗംഭീരൻ എന്നല്ലാതെ പറയാൻ നിവൃത്തിയില്ല. ഇത്രയധികം ആളുകൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ? അതിന് അക്ഷയപാത്രമൊന്നും ഇല്ലല്ലോ. ഞാനൊരിക്കൽ കഴിഞ്ഞ ദിവസം ആ ദഹനപ്പനെ ഒന്ന് കാണാൻ ഇടയായി. ഇങ്ങനെ ഒളിഞ്ഞു നോക്കിയതാ, അതിൻ്റെ ഉള്ളിലേക്ക് പോയില്ല. മത്തങ്ങ കൂട്ടിയിട്ടതാണ് ഞാൻ ആദ്യം കണ്ടത്. ദൈവമേ, എന്താ മത്തങ്ങയുടെ വലിപ്പം കൊണ്ടും മത്തങ്ങയുടെ അളവ് കൊണ്ടും ഞാൻ ആകെ അത്ഭുത സ്തബ്ധനായി. മത്തങ്ങ കണ്ണാൻ ആയി നിന്നുപോയി. അതുകൊണ്ട് എന്തായാലും സംസ്ഥാന യുവജനോത്സവത്തിന് തിരുതകൃതിയായി ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന പഴയിടം മോഹനൻ നമ്പൂരിക്കും ക്രൂവിനും ഇത് സംഘടിപ്പിക്കുന്ന ഫുഡ് കമ്മിറ്റിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അത് വേണ്ട, എല്ലാവിധ ആശംസകളും വിളമ്പുന്നു, അതാ നല്ലത്. എല്ലാവിധ ആശംസകളും ഇവർക്ക് വിളമ്പുന്നു. പഴയിടം നമ്പൂരി മോഹനൻ നമ്പൂരി ആൻഡ് ക്രൂവിന് എല്ലാവിധ ആശംസകളും വിളമ്പുന്നു. പ്രഥമ ദൃഷ്ടി എന്ന് പറഞ്ഞാൽ പ്രഥമനിലേക്ക് നോക്കുക. ഇന്നെന്താ പ്രഥമൻ പഴമാണോ? ഇന്നെന്താ പ്രഥമൻ പരിപ്പാണോ? ഇന്നെന്താ പ്രഥമൻ പാലടയാണോ? ഇന്നെന്താ പ്രഥമൻ ചക്കയാണോ? ഇന്നെന്താ പ്രഥമൻ മാമ്പഴാണോ? ഇന്നെന്താ പ്രഥമൻ എന്ന് നോക്കുന്നത് തന്നെ പ്രഥമ ദൃഷ്ടി. അതുകൊണ്ട് പ്രഥമ ദൃഷ്ടിയെ നോക്കിയാൽ സംസ്ഥാന സ്കൂൾ യുവജനോത്സവം പൊട്ടിപ്പൻ.